അവിടെ അന്ന് രാത്രി അന്നേരം പോലീസൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ വന്ന് കറണ്ട് ഇട്ട് നോക്കുന്നത് പി സൂര്യതാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കാണുന്നില്ലല്ലോ, ഇങ്ങനെ വന്ന് നിൽക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നു അതിൻ്റെ അടുത്തുനിന്ന്. ഞാൻ പിന്നെ വന്ന് ലൈറ്റ് ഇട്ടപ്പം വെട്ടമല്ല. അന്നേരം അറിയുന്ന പോലീസ് പീസ് ഊരിക്കൊണ്ട് പോയെന്ന് ഇവിടെ നിന്നവരെല്ലാവരും പറയുന്നു. ഇവിടെ തോനെ ആളുകളുണ്ടായിരുന്നു. നെട്ടേത്തറ ലക്ഷം വീട്ടിൽ ലക്ഷ്മിയമ്മയാണ് പരാതിക്കാരി. ലക്ഷ്മിയമ്മയുടെ മകൻ സത്യൻ അയൽവാസിയെ അസഭ്യം പറഞ്ഞിരുന്നു. ഈ പരാതി അന്വേഷിക്കാനാണ് ചടയമംഗലം പോലീസ് വീട്ടിലെത്തിയത്. അപ്പോഴേക്കും സത്യൻ വീട്ടിൽ നിന്ന് മുങ്ങി. അതിനു പിന്നാലെ പോലീസുകാർ വീട്ടിലെ വൈദ്യുതി ലൈനിന്റെ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയെന്നാണ് ആരോപണം. ഒരാൾ ഇപ്പുറത്തോട്ട് മാറിയിട്ട് വന്നാണ് ഫീസ് പോലീസാ ഊരുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു 7 പേരും ഉണ്ടായിരുന്നു. ഊരിയിട്ട് അവരടുത്ത് പറഞ്ഞ്, അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ അവരെ നീ മോൻ ചീത്ത വിളിക്കണമെന്ന് പറഞ്ഞ് വിഷം കൊടുത്ത് കൊല്ലാൻ പറഞ്ഞിട്ടാണ് പോയത്. വൈദ്യുതി നിലച്ചതോടെ അയൽവീട്ടിലാണ് ലക്ഷ്മിയമ്മ അന്തിയുറങ്ങിയത്. സംഭവം അറിഞ്ഞ പൊതുപ്രവർത്തകർ പുതിയ ഫ്യൂസ് വാങ്ങി വീണ്ടും സ്ഥാപിച്ചതോടെയാണ് വൈദ്യുതി ലഭിച്ചത്. ഈ വീട്ടിലാണ് അവർ വരുന്നത്. വല്ലതും കുറഞ്ഞ് 3 ദിവസമായി ഈ വീട്ടിലായി കിടന്നത്. അവർക്ക് ഇല്ലാത്തോണ്ട് ആ ഫീസ് ഊരി അവർ തന്നെ ഊരിയത്. പക്ഷേ ഊരാനുള്ള ഏർപ്പാട് ശത്രുവല്ല. അതേസമയം ആരോപണം പച്ചക്കള്ളമാണെന്നാണ് ചടയമംഗലം പോലീസിന്റെ വിശദീകരണം. പരാതി അന്വേഷിക്കാൻ പോലീസ് ലക്ഷ്മിയമ്മയുടെ വീട്ടിൽ പോയിരുന്നു. പ്രതി രക്ഷപ്പെട്ടതിനാൽ പോലീസ് തിരികെ പോന്നുവെന്ന് ചടയമംഗലം CI അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.